ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. കേരളത്തിലെ 5 ഹിന്ദു ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5. കണ്ണൂർ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വടക്കേ മലബാറിലെ ഏറ്റവും വലിയ നഗരമായ ഇവിടെ 59.9% ഹിന്ദുക്കളാണ് വസിക്കുന്നത്. കോലത്തിരികൾ ഭരിച്ചിരുന്ന കോലത്തുനാട് എന്നാണ് ചിലപ്പോൾ തിരിച്ചറിയപ്പെടാറുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ബോംബെക്കും കറാച്ചിക്കും ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മൂന്നാമത്തെ വലിയ നഗരമായിരുന്നു ഇത്. 17-ാം നൂറ്റാണ്ടിൽ അറക്കൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം സുൽത്താനേറ്റിന്റെ തലസ്ഥാന നഗരമായിരുന്നു കണ്ണൂർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂർ വടക്കേ മലബാർ ജില്ലയിലെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. 4. കൊല്ലം. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഇവിടെ 64.4% ആളുകളാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നത്. കൊയിലോൺ ദേശിംഗനാട് എന്നും അറിയപ്പെടുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമുള്ള ഒന്നാണ് ഇവിടം. കൊല്ലത്തിനെ ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നും വിളിക്കാറുണ്ട്. ജില്ലയുടെ ആകെ വിസ്തൃതിയിൽ 1/3 വനപ്രദേശമാണ്. തിരുവിതാംകൂറിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്നു കൊല്ലം. കഠിനമായ ചൂടും ധാരാളം മഴയുമുള്ള ആർദ്രതയേറിയ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പുനലൂറാണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. 3. തിരുവനന്തപുരം. പത്മനാഭസ്വാമിയുടെ മണ്ണ് എന്നറിയപ്പെടുന്ന ഇവിടെ 66.5% ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പരശുരാമൻ എന്ന സന്യാസി തന്റെ മഴുവെറിഞ്ഞ് വരുണ ഭഗവാനിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമെന്നും ചിലർ വിശ്വസിക്കുന്നു. അതിപുരാതനമായ ഒരു ക്ഷേത്ര നഗരം കൂടിയാണിത്. ഭാരതവർഷത്തിലെ പ്രശസ്തമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 13 ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവയിൽ ഏറ്റവും കീർത്തികേട്ട ഒന്നാണ് അനന്തപുരം. തിരുവനന്തപുരം എന്നത് ആദ്യകാലത്തെ ക്ഷേത്രത്തെയും സ്ഥലങ്ങളെയും മാത്രം കുറിക്കുന്നതായിരുന്നു. 2. പാലക്കാട്. മേനോൻ, പിഷാരടി, നായർ, ഈഴവ അങ്ങനെ നിരവധി ജാതികളുള്ള ഹിന്ദുമതമാണ് പാലക്കാട് പ്രചാരത്തിലുള്ള പ്രധാന മതം. ഇത് 66.8%. നായർ പരമ്പരാഗതമായും യോദ്ധാക്കളുടെ ജാതിയാണ്. അവരിപ്പോൾ എല്ലാ മേഖലകളിലും പ്രധാനമായും സർക്കാർ സർവീസിലാണ്. ഈഴവരും എഴുത്തച്ഛന്മാരും ഭൂരിഭാഗവും കർഷകരാണ്. അവരിൽ മറ്റു പ്രദേശങ്ങളിലും വിദ്യാസമ്പന്നരാണ്. നമ്പൂതിരിമാർ ക്ഷേത്ര പൂജാരിയായി പ്രവർത്തിക്കുന്നു. അവർ ഒരു കാലത്ത് വലിയ ഭൂവുടമകളായിരുന്നു. തമിഴ് ബ്രാഹ്മണർ കുറച്ച് കൂടുതലാണ് ഇവിടെ. 1. ആലപ്പുഴ. പുരാതന കാലത്ത് ദ്രാവിഡ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യ മത 1. ആലപ്പുഴ. പുരാതന കാലത്ത് ദ്രാവിഡ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യ മത തത്വചിന്തയാണ് ആളുകൾ പിന്തുടരുന്നത്. ഇവിടുത്തെ 68.6% ഹിന്ദുക്കളാണ് ഇവിടെ വസിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ജൈനമതവും ബുദ്ധമതവും നിലവിൽ വന്നു. ജൈനമതമാണ് ഈ മേഖലയിൽ കാലുകുത്തിയത്. 700 വർഷത്തിലേറെയായി ബുദ്ധമതം കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ തഴച്ചു വളർന്നു. ജില്ലയിലെ ദേവതകൾ പ്രധാനമായും ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി, മഹാവിഷ്ണു, ശിവൻ, ഗണപതി തുടങ്ങിയവയാണ്. പുരാതന കാലഘട്ടങ്ങളിൽ രാജാവോ പ്രാദേശിക തലവന്മാരോ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ഭരിക്കുന്നവരുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.